ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു സന്തോഷമുള്ള വ്ളോഗായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം, അതായത് രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ വീട്ടിലോട്ട് പോയ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പം അന്നത്തെ ദിവസം ഉമ്മാൻ്റെ അനിയത്തിമാർ, കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരും അവരുടെ മക്കളും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഹാപ്പി വൈബായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് വോയിസ് ഓവർ അങ്ങനെയൊന്നും കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ കൊടുത്തിട്ട് അത് ബോറാക്കണില്ല. ജസ്റ്റ് അവിടെ ഉണ്ടായ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇത് രണ്ടാം പെരുന്നാളിൻ്റെ കാലത്താണ്. അപ്പോൾ ഞാനും മക്കളും കൂടെ ഓട്ടോയിൽ പോവാണ്. ഇത് കടവല്ലൂർ ഭാഗമാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യൂവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നിടത്തൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാഷാ അല്ലാ ദാ എൻ്റെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര നമ്മൾ സന്തോഷത്തിലാന്ന് പറഞ്ഞാലും സ്വന്തം വീടെത്തുമ്പോൾ ഒരു എക്സ്ട്രാ സന്തോഷമാണ് കേട്ടോ. അപ്പം അത് പെൺകുട്ടികൾക്ക് എന്തായാലും മനസ്സിലാവും, കല്യാണം കഴിഞ്ഞവർക്ക്. വീട്ടിൽ വന്നാൽ നമ്മൾ നേരെ പോവുക കിച്ചണിലോട്ടാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാവും മിക്കവാറും. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പെരുന്നാളാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഈസി പലഹാരമാണ് ഉണ്ണിയപ്പം. അതുപോലെ തന്നെ അതാ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മാങ്ങ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ടതും മുളകിട്ടതും അതുപോലെ ഇങ്ങനെ പഴുത്തതും അങ്ങനെ നല്ലോണം മാങ്ങ കഴിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. പിന്നെ ഇതാ കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ പാത്രങ്ങളൊക്കെ വന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അത് ഒരു ഒരു ഹാബിറ്റായിപ്പോയി, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചക്ക ഇതേ വെട്ടി ഉപ്പേരി വെക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെത്തുന്നതേ അറിയുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ കുട്ടികളും ഞങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ കാലിയായിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. മാങ്ങ തിന്നിട്ട് മതിയാവാണ്ട് പുറത്ത് നിന്നിട്ട് മാങ്ങ തിന്നാ റബ്ബേ മാങ്ങ കഴിഞ്ഞാ സാമ്പത്തുള്ളവർ കഴിക്കും. എന്താണ് അങ്ങനെ സാമ്പത്യം പാടില്ലാട്ട ഈ ഓക്കെ ഓക്കെ പാടായി. ഒരു ഭാഗത്ത് ഇങ്ങനെ കഴിക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഇതാ ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ എത്തിയിട്ട് ഇതാ ഫോട്ടോസ് എടുക്കുകയാണ്, മുറ്റത്ത് തന്നെയാണ്. പിന്നെ ഇതാ ചക്ക ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്, വൈകുന്നേരത്തേക്ക് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം അവർ 2-3 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ഇതാ അതെ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷമാണ് വന്നത്. ഇത്
നാട്ടിൽ പെരുന്നാൾ കൂടുകയാണെങ്കിൽ എൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ് കേട്ടോ ഈ മൈലാഞ്ചി ഇടൽ. ഇതെന്നറിയില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഇടാനൊന്നും അറിയില്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കുറേ മക്കളുള്ള കാരണം അവരൊക്കെ ഇതാ മൈലാഞ്ചി രൂപം പിടിച്ചിട്ട് ഭയങ്കര ക്യൂവിലായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലത്തെ പത്തിരിയാണ് കേട്ടോ. അപ്പം അതിലേക്ക് തേങ്ങാപ്പാലും മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം അതെല്ലാവരും കൂടെ കൈയിട്ടിട്ടാണ് കേട്ടോ തിന്നണത്. ഇങ്ങനെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഈ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഫുഡ് അടി വ്ളോഗായിട്ടൊക്കെ തോന്നും. കാരണം ഇതന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പണി. പത്തിരി കഴിഞ്ഞപ്പോൾ മാങ്ങ വന്നു, മാങ്ങ കഴിഞ്ഞപ്പോൾ ചക്ക വന്നു, അങ്ങനെ ഇതന്നെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള ലെവലിലായിരുന്നു. അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇല വിരിച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ ഇല വെട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുട്ടികൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതാ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണേ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും വന്നിട്ട് മുറ്റത്തിരിക്കുകയാണ് കേട്ടോ. മുറ്റത്തിങ്ങനെ കാർ ഷെഡിൽ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ റോട്ടിലധികം വണ്ടികളൊന്നും പോവാത്ത സ്ഥലമാണ്, മാത്രമല്ല നല്ല തണലുണ്ട് കേട്ടോ. അപ്പം ഈ നേരത്തെ ഇരിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണേ. ഇനിയിപ്പം അന്നത്തെ ദിവസം ഞങ്ങളവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് കുട്ടികളെയും കൊണ്ട് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. എങ്ങനെ പൂരണ്ടാവുക? ഡുണ്ടുണ്ടു കൊട്ടുവോ? അങ്ങനെയാണോ? അതെ മേമി ആശിമ വരണ നോക്കി. എത്ര സ്റ്റാറല്ലേ? കെട്ടിപ്പിടിച്ചിട്ടില്ല. ഇവിടെ നോക്കിയേ. കളിക്കണ കണ്ടാ?
അപ്പോൾ നമ്മൾ പെരുന്നാളിന് അവിടെ പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പലഹാരം. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നല്ല പഫി ആയിട്ട് ഇരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഈ ചാട്ട് മസാലയുടെ ആ ഒരു ഫ്ലേവറാണ് മെയിനായിട്ടുള്ളത്. അങ്ങനെ ഒരു എരിവും പുളിയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റ്, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ആ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്താ രാവിലെ ചക്കച്ചോള പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതൊക്കെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ, ഉപ്പേരി വയ്ക്കാൻ പാകത്തിൽ. അപ്പം അത് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാണ്. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ എന്തായാലും പണികൾ ഇങ്ങനെ കഴിയുന്നത് അറിയില്ല കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കളെ കണ്ട ഒരു ചെമ്പ് ചക്കപ്പേരി കല്യാണത്തിനും തെറ്റിദ്ധരിക്കരുത്. വായോ കുളിക്കാൻ പോവാ. അങ്ങനെ നമ്മുടെ ചക്കപ്പേര് റെഡി ആയിട്ടുണ്ട് മക്കളെ. എങ്ങനെയുണ്ട് ഷെയ്സിയെ? എങ്ങനെയുണ്ട്? സൂപ്പറാ? ചൂട് എങ്ങനെയുണ്ട്? സൂപ്പറാ? തിന്നണേ. അപ്പൊ അതുകൊണ്ട് സൂപ്പർ എന്ന് പറയണം തന്നെ അവള് പറയണേ. ഏത് പ്ലേറ്റിലാണ്? വളരെ ചെറിയ പ്ലേറ്റാ. ഇപ്പം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചക്കപ്പേരിയൊക്കെ റെഡിയായി, ചായ കൂട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് മുറ്റത്താണ് കേട്ടോ ഇരുന്ന് കഴിക്കണത്. ഒരു ഇലയൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ അന്നത്തെ നൈറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കലായിരുന്നു. പടക്കം എന്ന് പറയാൻ പറ്റില്ല, കമ്പിപ്പൂത്തിരി, മത്താപ്പ്, ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മേലെ പോയി വിരിയണോ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല ക്ഷമിയാത്തയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ വന്നേത് മുന്നിൽ അയ്യോ ഇത് കുട്ടികൾ കൊടുക്കണ്ട. താങ്കളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ധൈര്യം സമ്മതിക്കുക.
തുമ്പത്തച്ച കളയണട്ടാ. തുമ്പത്തച്ച നിലത്ത് കിടണ ഈ തുമ്പത്ത് അപ്പോൾ അതൊക്കെയായിരുന്നു ഗൈസ് അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫൺ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. ആർക്കും കിട്ടണില്ലേ? ആർക്കാ കിട്ടി?